തന്നെ അടുത്തെന്ന് പറഞ്ഞത്. അങ്ങനെ മൊയ്സിൻ്റെ ഹെയർ കട്ട് കഴിഞ്ഞു. ചൊട്ടക്കാവൂലേ അങ്ങനെ ഇഷു പോയി. ഇഷു ഭയങ്കര സങ്കടമായിരുന്നു ഇവൻ തിരിച്ചു വന്നതിന്. അവിടെ പുറത്ത് മൊയ്സ് ഹാപ്പിയാണോ? ഇങ്ങനൊക്കെ മൊയ്സ് ഹാപ്പിയായാ? ഇഷ്ടമാണോ? അപ്പോൾ ഫൈനലി മറ്റേ സ്കൂളും തുടങ്ങാറായി. ഇന്ന് നമ്മൾ ബൈൻഡിങ് ഡേ ആണ് കേട്ടോ. ബൈൻഡ് ഇടുന്ന ഡേ ആണ്. മൊയ്സിൻ്റെ ബുക്സ് എല്ലാം കൊണ്ടുപോവാ. ഫൈനലി ഞാനും മൊയ്സാണ് കേട്ടോ ബൈൻഡ് ഇടുന്നത്. ബൈൻഡ് കൊണ്ടുപോവാ, ബുക്ക് കൊണ്ടുപോവാ. അപ്പോൾ ബെഡിലെന്നെ ഇരുന്നിട്ട് ഇടേണ്ടി വരും. അതിൻ്റെതാണോ ഇടന്ന് നോക്കിയതെന്ന്? എല്ലാ താനെ പണി അതല്ല മറ്റേതൊരു കവർ എല്ലാ താനെ പണി ബുദ്ധിമുട്ട ഈ ബൈൻഡിങ് ഇടലാണ്. അതന്നെ ബൈൻഡ് ഇടലാണ് കേട്ടോ. അപ്പം അതൊക്കെ റെഡിയാക്കണം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഹെയർ കട്ടിന് കൂട്ടി പോകണം. നാളെ വരെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്. ഇൻഷാല്ല നാളെ എൻ്റെ രാവിലത്തെ പരിപാടിയൊക്കെ നാളെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓരോ വീഡിയോ ഇടുന്നുണ്ട്. പിന്നെ അവർക്ക് യൂണിഫോം കാര്യങ്ങളൊക്കെ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. യൂണിഫോം കാര്യങ്ങളൊക്കെ കിട്ടണം. ഇൻഷാല്ല കിട്ടുമായിരിക്കും. ഇപ്പൊ നേരെ പോകുന്നത് ഹെയർ കട്ടിങ് ആണ് കേട്ടോ കുട്ടികളെ. മൊയ്സിനെ ഞാൻ ബുക്ക് ബെയിൻഡിട്ടു. ഇന്ന് ഇഷുൻ്റെതാവണം. 2 hours എടുത്തോട്ടോ ബെയിൻഡൊക്കെ ഇട്ടിട്ടുണ്ട്. ബാഗിലൊന്ന് പാക്ക് ആക്കി. പിന്നെ സ്റ്റിക്കർ വാങ്ങിയിട്ടുണ്ട് ഈഷന്മാർന്ന്. സോ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കണം. അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. നെയിം എഴുതുന്ന സ്റ്റിക്കർ അതൊക്കെ ഞാൻ അവരെ സ്കൂൾ ബുക്കിൽ തന്നെ വരും ഇൻക്ലൂഡ് ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഞാൻ ഇപ്പോഴാണ് നോക്കിയിട്ട് ഇതാക്കുന്നത്. പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും സ്കൂളിൻ്റെ അടുത്താകുമ്പോഴല്ലേ അതിന് മുമ്പായിട്ട് 10 ദിവസം മുമ്പായിട്ട് തന്നെ ബെയിൻഡൊക്കെ ഇടാമെന്ന് വിചാരിക്കുമ്പോഴാണ് അതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ ആ 10 ദിവസം മുമ്പ് തന്നെ അവർ ആ ബുക്കിന് കീറിയിട്ട് ബാഗൊക്കെ ഇട്ട് നടക്കും. അതുകൊണ്ട് സ്കൂൾ ഒരു ദിവസം മുമ്പ് തന്നെ പ്രിപ്പറേഷൻ ചെയ്യുന്നതിനാണ്. ഇപ്പോഴങ്ങനെ ബാഗ് എടുക്കുക വയ്ക്കുക അങ്ങനെ. അപ്പോൾ എനിക്കിപ്പോൾ ഹെയർ കട്ടിൻ്റെ ഷോപ്പ് പോകണം. ഒക്കെ ഇവിടെ തന്നെ അടുത്തെന്ന് പറഞ്ഞത്. അങ്ങനെ മൊയ്സിൻ്റെ ഹെയർ കട്ട് കഴിഞ്ഞു. മൊയ്തീഷിൻ്റെ കണിക്ക് മൊയ്തീഷിൻ്റെ ഹെയർ കട്ട് കഴിഞ്ഞിട്ടാണ് ചെയ്തിട്ട്. ഇത് നമ്മളെ സിറ്റിയാണ് കേട്ടോ. നമ്മൾ താമസിക്കുന്ന സിറ്റിയാണ്. ഇവിടെ ഷോപ്പൊക്കെ ക്ലോസ് ആണ്. ബെയിൻഡ് കൊണ്ടുവന്ന് നോക്കാം. ഒരു ബെയിൻഡ് കഴിഞ്ഞിരിക്കണി വരത്. ആവശ്യമില്ലെങ്കിൽ ഒരു ബെയിൻഡ് വേണമല്ലോ. കോഴ്സൊക്കെ ജീവിച്ച ಬೈಂಡ್ ಉಂಟಾ? ಬೈಂಡ್ ಸ್ಕೂಲ್ ಇದು ಬುಕ್ ಇದ್ದ ಇಲ್ಲ? ಶೋ ಎಂದಾಕಮ್ಮ ಇದು ಪೇರಲೆ ಎಷ್ಟು? ಪೇರಲೆಗೆ ಎಷ್ಟು? ബൈൻഡ് ഇല്ല എന്ന് എന്താ ചെയ്യാ? സാധനമൊക്കെ ഉണ്ട് പക്ഷെ വേണ്ടില്ല. മിಂಟ್ ಲೀವ್ಸ್ ಉಂಟು 150. ಮಿಂಟ್ ಲೀವ್ಸ್ ಉಂಟಾ? ಮಿಂಟ್ ಲೀವ್ ಕೊಡಿ ಒಂದು. ತುಂಬ ಒಣಗಿದೆ ಅಲ್ಲ. ಟ್ರೈ ಒಂದು ಕಟ್ಟು ಕೊಡಿ. ಒಂದು ಕಟ್ಟು ಕೊಡಿ. ಏದು ಬ್ಲೂ ಕಲರ್ ಟೆಡ್ಡಿಯ? ಸಾರಿ ಅದು ಒಂದು ಕಟ್ಟು ಕೊಡಿ. ಡ್ರೈ ಆದಾಗೆ ಉಂಟು. ഓ എന്ത് പറയും നിങ്ങളതെന്തോ ഒരു ഓർഡറാണല്ലോ മൊയ്ജ്. ഇത് ഞാൻ വാങ്ങി തന്നല്ലേ? മൊയ്ജക്ക് അത് മതിയാ? ഇതാവാ? അതൊന്നുമില്ല ഇവിടെ. കയ്യിലൊന്നൊന്ന് പിടിക്കണത് നിങ്ങൾക്ക്. ജ്യൂസ് കുടിക്കാൻ ഷുഗർ അവോയ്ഡ്. ഫൈനലി നമ്മളെ ഫ്ലാറ്റിലേക്ക് എത്തി. അങ്ങനെ ഗൈസ് ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.
അതേ നീ പിടിക്കാന്ന് ചോദിക്കുന്നേ. അപ്പോൾ ഞാൻ ട്രൈപോഡ് വാങ്ങട്ടെ, ഡിജിറ്റെക്കിൻ്റെ. അതിന് അൺബോക്സിംഗ് ഒക്കെ ചെയ്യാം. We are going to school, so that is doing special lesson. പിന്നെ വേറെ I try for more. Chico papa sakaka. Sa. Moises in the way. Moises. ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്. ഇതാണ് അവസ്ഥ. ഫസ്റ്റ് ഡേ സ്കൂൾ. ടൈമിങ് സ്ട്രൈറ്റ് ആക്കുന്നു. അപ്പോൾ ബാഗ് എടുക്കാം. അംബ്രല്ല വേണ്ട, അംബ്രല്ല മല വന്നിട്ടില്ല. പോ, ഇത് ഷൂ ഇടും. ടീച്ചർ ഒന്നും പറയുന്നില്ല. ലഞ്ച് ബാഗ് ഇത് 2 വല്ലതുണ്ട് കേട്ടോ. അപ്പോൾ ഷൂ എടുക്ക്, ഷൂ ഇടും. 2 വല്ലതുണ്ടോന്നു എടുക്ക്. വാതിൽ ഷൂ ഇടണം. മുയിസ് ബാട്ട് ഷൂ ഇടും. ഞാൻ ഇടും പറ്റില്ല. എനിക്ക് സ്കൂളൊക്കെ 10ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന. 10ാം തീയതി സ്റ്റാർട്ട്, 10th സ്റ്റാർട്ട് കേട്ടാ. പോകുന്നുണ്ട്. സ്കൂളിലത് ഹാപ്പിയായ സാഡായ? എന്ത് സാഡായത്? എല്ലാവരും വീട്ടിലിരിക്കാനല്ലേ ഇഷ്ടം. എനിക്കെന്താ സ്കൂളിൽ പോകാൻ ഇഷ്ടം? ടീച്ചർ അടിക്കൂലേ? ടീച്ചർക്ക് 10th കാണിക്കട്ടെ. എടുത്ത് വയ്ക്കണേ. യൂണിഫോമൊക്കെ കിട്ടിയ ശേഷം പോവാൻ പറഞ്ഞതാ കേട്ടാ. യൂണിഫോമൊക്കെ കിട്ടിയിട്ട് പോവാണ് പറഞ്ഞത്. ഇല്ല സാറില്ല കേട്ടാ. നമുക്ക് യൂണിഫോം വാങ്ങാം. ബാഗ് ഉമ്മച്ചിട്ട് വയ്ക്കുക. വൈകിട്ടാണെങ്കിൽ ഗൈസ് ഇഷ്യൂ മൊയ്സിക്ക് 10th കാണാത്ര സ്കൂൾ സ്റ്റാർട്ട്. മെസ്സേജ് അവർ അയച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. എൻ്റെ വേറെ നമ്പറാണ് അവർ ആഡ് ചെയ്തിട്ടുള്ളത്, ഞാൻ കോളിംഗ് നമ്പർ. അപ്പോൾ അത് വാട്സപ്പില്ല. അങ്ങനെ ഇഷ്യൂൻ്റെതാണെങ്കിൽ ഞാൻ അവിടെ നമ്പർ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ടീച്ചറാണ് ആഡ് ചെയ്തത്. അപ്പോൾ അതിനിപ്പോൾ മൊയ്സിക്കറിയാണ് മൊയ്സ് സ്കൂളിൽ പോകാൻ പറ്റില്ല എന്ന്. എന്താ കുഞ്ഞ്, നമുക്ക് 10ാം തീയതി സ്റ്റാർട്ടാവട്ടെ. അപ്പോൾ യൂണിഫോമൊക്കെ വന്നിട്ട് പോവാം ഏട്ടാ. യൂണിഫോമൊക്കെ വന്നിട്ട് പോവാട്ടാ. ബാ. എനിക്ക് നല്ല കുട്ടിയല്ലേ മൊയ്സ് അല്ലേ? നമുക്കിവിടെ ഗ്ലാസ് വർക്കെല്ലാം ആകുമ്പോൾ ചുട്ടക്കല്ലേ, ഗ്ലാസ് വർക്കൊക്കെ ആകുമ്പോൾ. അപ്പം അതിനാവും മോയിച്ചിനെ ചുട്ടക്കാവൂലേ? അങ്ങനെ ഇഷു ഭയങ്കര സങ്കടമായിരുന്നു ഇവൻ തിരിച്ചു വന്നതിന്. അവിടെ പുറത്തുനിന്ന് വരയ്ക്കുക. അപ്പം അങ്ങനെ കഴിച്ച് ഇന്നത്തെ വീട്ടിൽ ഇത്രേ ഉള്ളൂ. ചോദിക്കാൻ ഇവൻ എന്താ വന്നേന്ന് തിരിച്ചിട്ട്. ഓനക്ക് 10 കൊല്ലം സ്റ്റാർട്ട് സ്കൂള് ഇല്ലല്ല. അവനക്ക് സ്റ്റാർട്ട് ആയിತ್ತು. ഓണക്ക് കുബുൾ പുട്ടല്ലേ അവനക്ക് സ്കൂള് ബുക്കെല്ലാം തിരിച്ചു വന്നതിന്. നോക്ക് അവൻ ബാഗെല്ലാം റെഡിയാക്കി വെച്ചിട്ട് സ്കൂൾ സ്റ്റാർട്ട് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചല. പോവട്ടെ, നമുക്ക് 10th സ്റ്റാർട്ട്. ബാഗെല്ലാം എടുത്ത് വയ്ക്കാം. യാറപ്പേ നോക്ക, ബാഗെല്ലാം എടുത്ത് വയ്ക്കട്ടാ. ഇല്ല നിന്റെ കാണില്ല, നീ ചൊല്ലമ്പത്തേക്ക് കണ്ട്. മൊയ്സ എടുത്ത് വയ്ക്കട്ടാ. കരണ്ട. അല്ലോ എൻ്റെ കുട്ടീനെ ഉമ്മ യൂണിഫോമൊക്കെ വാങ്ങാനട്ടാ. സ്കൂളിലോ യൂണിഫോമൊക്കെ വാങ്ങുക. ഇന്ന് തന്നെ വാങ്ങട്ടെ യൂണിഫോം മൊയ്സ്. അപ്പം ഞാനും മൊയ്സ് ഇഷ്ടമായിട്ടുള്ള സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അത് വാങ്ങാൻ വേണ്ടിയാണ് പോകുന്നത്. മൊയ്സിക്ക് ബാറ്റ് ആൻഡ് ബോൾ
വാങ്ങിയിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു ഭയങ്കര വാഷി എന്ന് പറഞ്ഞാൽ രാവിലെ തുടങ്ങിക്കണം. എനിക്ക് ബോൾ വാങ്ങിത്തന്നു. ഇന്നലെ വാങ്ങിയ ബോളുണ്ടല്ലോ അങ്ങനെ ആയി. അപ്പോൾ ഇന്ന് ബോൾ വാങ്ങിത്തേ. അപ്പോൾ ആ ബോൾ മാറിയിട്ട് ബാറ്റ് ആൻഡ് ബോൾ വേറെ തന്നെ വാങ്ങിയത് വന്നു. അപ്പോൾ നോക്കട്ടെ ചപ്പാത്തി വന്നിട്ടുണ്ടാവില്ല, വൈകുന്നേരം എടുക്കാം. ഒരു ചപ്പാത്തി ഉണ്ട് വീട്ടിൽ. ബോൾ കിട്ടുമ്പോൾ മൊയ്സ് ഹാപ്പിയാണോ? ഇങ്ങനൊക്കെ മൊയ്സ് ഹാപ്പിയായാ? Bat and ball. ഇഷ്ടമാണോ? അപ്പോൾ ഓണർ ഹാപ്പി ആയിട്ടോ ഇന്ന്. ഞാൻ പറഞ്ഞിട്ട് ഉണ്ടല്ലോ വീട്ടിൻ്റെ ഉള്ളിൽ, അത് ചെറിയ വീടാണല്ലോ ഗൈസ്. അവിടെ ഇവിടെ ടി വി ഉണ്ടോ, സാധനങ്ങൾ ഗ്ലാസ് എല്ലാം ഉണ്ട് പൊട്ടിച്ചത്. എവിടെയെങ്കിലും തട്ടിപ്പോയാൽ പൊട്ടും. പിന്നെ ഇപ്പോഴത്തെ ടി വി എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ടി വിയിൽ കുറച്ച് നമ്മൾ വിരൽ തട്ടിയാലേ മതി സ്ട്രോങ് ആയിട്ട്. പെട്ടെന്ന് തന്നെ ഒരു 2 ടി വി ആയി കേടായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ നോക്കുന്നു. അതിനാണ് ഞാൻ ഒന്നും വീട്ടിൻ്റെ ഉള്ളിൽ കൊടുക്കാത്തത്. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഉമ്മച്ചി ഞാൻ പുറത്ത് മാത്രം കളിക്കാണെന്ന് നോക്കണം എന്താ ചെയ്യുന്നു. പിന്നെ 2 ആൾ ചേരി അവിടെയാണല്ലോ, ഒരാൾ ചേരിയാൽ മിണ്ടാതിരിക്കും, 2 ചേരിയാൽ അതിനൊരു ബുദ്ധി എന്ന് പറയുന്ന സംഭവമില്ല. ഹലോ മൈസ ഇവിടെ നോക്കൂ. നീ ഹാപ്പി ആയാ? നിൻ്റെ കരച്ചിലെല്ലാം ആൾക്കാർ കണ്ടട്ടോ നീ കരഞ്ഞതൊക്കെ. വാ നമുക്ക് ലിഫ്റ്റിൽ പോവാം. എനിക്ക് വയ്യ ഈ സാധനമൊക്കെ പിടിച്ചിട്ട്. അപ്പം ഞാനിവിടെ റെഡ് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വാങ്ങിയത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. എനിക്ക് എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ അത് തയ്യാറിക്കിട്ടിട്ട് കഴിക്കാം. ഞാൻ ഉണ്ടാക്കി തരാം. നിൻ്റെ ഫേവറേറ്റാ? ഇവർക്കും ഫേവറേറ്റാണ്. ഞാൻ പിന്നെ തയ്യാറാണ് 6 ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഇട്ട് കഴിക്കും. ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ കിട്ടും അപ്പോൾ വാങ്ങുന്നതാണ്. എപ്പോഴും റെഗുലർ ഒന്നുമില്ല കേട്ടോ, കിട്ടുന്ന സമയത്ത് വാങ്ങും. Stop walking. Rainy time.